إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സൂറ അൻ-നംൽ 57-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് തന്നെയാണ് ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ആ ജനങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ കൂടെ കൂടിയ മുഴുവൻ സത്യവിശ്വാസികളെയും അതാണ് അഖ്ലി എന്ന് മൊത്തത്തിൽ പറയുന്നത്. അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചു. എല്ലാം അദ്ദേഹത്തിന്റെ സ്ത്രീ ഒഴികെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ. നോക്കൂ നിങ്ങൾ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അവിശ്വാസിയായ ഒരു സ്ത്രീയായിരുന്നു. അവർ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പല രഹസ്യങ്ങളും ഈ ശത്രുക്കളായ ആ നാട്ടുകാർക്ക് ചോർത്തി കൊടുത്തിരുന്നു. അവരുടെ കൂട്ടത്തിലായിരുന്നു ആ സ്ത്രീ. അവരോടായിരുന്നു അവർക്ക് കടപ്പാട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇല്ലം റഅതഹു, അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ, ആ സ്ത്രീ ഒഴികെ അവരുടെ അവസ്ഥ എന്താണ്? ഖദ്ദർനാഹ, നാം അവളെ കണക്കാക്കി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീയെ കണക്കാക്കി മിനൽ ഖാബിരീൻ, അവശേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആ ശിക്ഷക്ക് പത്രീഭൂതരായ ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ആ ശിക്ഷക്ക് പത്രീഭൂതരായ ആ മുഴുവൻ ജനങ്ങളുടെയും കൂട്ടത്തിൽ ബാക്കിയായ ആ കൂട്ടത്തിലേക്ക്, കാരണം സത്യവിശ്വാസികളെയും ആ ലൂത്ത് നബിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിൽ നിന്നും രക്ഷിച്ചു. അവരോട് കൃത്യമായ നാട് വിട്ടുപോകാൻ, അതിർത്തി വിട്ടുപോകാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞവരോട് നേരെ യാത്ര ചെയ്യാനാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ആ നാട്ടുകാർക്ക് ശിക്ഷ വിധിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ബാക്കിയായ ജനങ്ങളിലാണ് ശിക്ഷ വിധിച്ചത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മിനൽ ഖാബിരീൻ, അവശേഷിച്ചവരുടെ കൂട്ടത്തിൽ ആ സ്ത്രീയെ നാം പെടുത്തി എന്ന് പറഞ്ഞാൽ അവർ പരിപൂർണമായി ആ ശിക്ഷയ്ക്ക് വിധേയമായി എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. നോക്കൂ നിങ്ങൾ, എത്ര കഠിനമായ അവസ്ഥയാണ്. നല്ലൊരു പ്രവാചകന്റെ കീഴിൽ നല്ലൊരു തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിട്ട് പോലും ഒരിക്കലും സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരുടെ ദുഷ്പ്രവർത്തനങ്ങളും അതുപോലെ ആ ദുഷ്ട മനസ്ഥിതിയുമാണ് അതിന് കാരണം. അഹങ്കാരമാണ്, അഹന്തയാണ്, അതുപോലെയുള്ള അസൂയാണ്, അതുപോലെയുള്ള ദുഷ്പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവർ സത്യം മനസ്സിലാക്കാതെ പോയത്. അങ്ങനെ അവർ പഴച്ചുപോയി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.